തലമുറകളെ അനുഗ്രഹിക്കുക. ദൈവം തന്ന ദാനങ്ങളാണ് മക്കൾ. അവരെ അനുഗ്രഹിക്കുക എന്നുള്ളത് ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നു. ബ്ലസ് ദ ചിൽഡ്രൻ. The children are given to us by God and we need to keep on blessing them. ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ മക്കൾ ദൈവം തരുന്ന ദാനമാണെന്ന് 125 തോന്നുന്നു വ്യക്തമായിട്ട് പറയുന്നു. ദൈവം തന്ന മക്കളെ നമ്മൾ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കണം. അത് നമ്മൾ അനുഗ്രഹിച്ചില്ലേ വേറെ ആര് അനുഗ്രഹിക്കും? മക്കളിലുള്ള ബലഹീനതകൾ മറന്ന് അവരെ അനുഗ്രഹിക്കാൻ തക്കവണ്ണം നമ്മൾ പഠിക്കണം. അത് കർത്താവിന് നിർബന്ധമാണ്. ഇപ്പം ദൈവം നമ്മളെ വിളിച്ചു മാറ്റുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരും നമ്മുടെ നന്മയൊക്കെ ഇപ്പോഴുള്ള സ്വഭാവം കൊണ്ടല്ല, വരാൻ പോകുന്ന നന്മ നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ച ആ നന്മയിലേക്ക് കൊണ്ടുവരാൻ വിളിച്ചു പറഞ്ഞ് മാറ്റുകയാണ് ചെയ്യുന്നത്. ദൈവം 127 കിടക്കുന്നത്. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെക്കൊണ്ട് തൻ്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ച് പോകുകയില്ല. അതുകൊണ്ട് ദൈവം പറയുന്നത് മക്കൾ യഹോവ നൽകുന്ന അവകാശമാണ്, ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലമാണ്. അപ്പം മക്കൾ ദൈവം തരുന്നതാണെങ്കിൽ ഈ മക്കൾക്ക് വേണ്ടി നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് ദൈവത്തോട് ചേർന്ന് നിന്ന് ഒരു അനുഗ്രഹ ജീവിതം നയിക്കുന്നത് കാണണം ഏതും അപ്പനും അമ്മയ്ക്കും ആഗ്രഹമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതെങ്ങനെ പ്രാപിച്ചെടുക്കണമെന്ന് അറിയത്തില്ല. ഇപ്പം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ദൈവം അബ്രഹാമിനെ 12-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി 12-ാം അധ്യായമായപ്പം വിളിച്ച് അനുഗ്രഹിക്കുന്നു. അങ്ങനെ അബ്രഹാമിനെ അനുഗ്രഹിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിഗമനം എന്തുവാ? ഇനി അടുത്ത തലമുറയെല്ലാം അങ്ങ് അനുഗ്രഹിക്കപ്പെടുന്നു. അങ്ങനെയല്ല സംഭവിച്ചത്. 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ വിളിച്ച് അനുഗ്രഹിക്കുമ്പോൾ യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്യുന്നു, നീ നിൻ്റെ ദേശത്തെയും നിൻ്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ടു പോവുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അപ്പോൾ നമ്മുടെ മക്കളതിനകത്ത് വരികയാണ്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിർബന്ധമായിട്ട് എഴുതി വച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതിയായ ഇസഹാക്ക് ഒരു പ്രശ്നവും കൂടാതെ ജീവിക്കേണ്ടതില്ല. അങ്ങനെയല്ലല്ലോ കാണുന്നത്. നമ്മൾ 26-ാം അധ്യായം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി മുമ്പ് കുറച്ച് കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ പഠിപ്പിച്ചത് അല്ലെങ്കിൽ വചനം എടുത്തത്, ഇസഹാക്ക് തൻ്റെ ഭാര്യയായിട്ട് റിബേക്കയെ സ്വീകരിക്കുന്നു. അമ്മയുടെ മരണത്തിൻ്റെ ദുഃഖം അതോടെ മാറുന്നു. റിബേക്കയ്ക്ക് മക്കളുണ്ടാകുന്നില്ല. 20 വർഷത്തോളം മക്കളുണ്ടാകാതിരുന്നപ്പോൾ ദൈവം തമ്പുരാൻ ഇസഹാക്കിൻ്റെ പ്രാർത്ഥന കേട്ട് ഒരു ട്വിൻസിനെ കൊടുക്കുകയാണ്. ഒരു മൂത്ത മകൻ്റെ പേര് ഏശാവെന്നും രണ്ടാമത്തെ ഒരു യാക്കോബെന്നും പേരിട്ട് കൊടുക്കുന്നു. ഏശാവിനാണ് നിയമപ്രകാരം, യഹൂദ നിയമപ്രകാരം ആദ്യജാതനാണ് അവകാശങ്ങളും അനുഗ്രഹങ്ങളും കിട്ടേണ്ടത്. എന്നാൽ ദൈവം പറഞ്ഞു മൂത്തവനല്ല അനുഗ്രഹം ഇളയവനാന്ന് പറഞ്ഞു. അതിനാൽ റിബേക്ക അതിനകത്ത് ചില കുറുക്കുവഴികൾ കാണിച്ചിട്ട് അപ്പൻ അനുഗ്രഹിക്കാൻ സമയമായപ്പോൾ മൂത്ത മകനെ അനുഗ്രഹിക്കാൻ പറഞ്ഞു വിടുമ്പോൾ റിബേക്ക ഇളയ മകനെ പറഞ്ഞു വിട്ട് മൂത്ത മകൻ്റെ അനുഗ്രഹം വാങ്ങിച്ചെടുക്കുന്നതാണ് 25-ാം അധ്യായത്തിൽ. 26-ലാകുമ്പോഴത്തേക്ക് നമ്മൾ വായിക്കുന്നത്, ഇത് അബ്രഹാമിൻ്റെ കാലത്തുണ്ട് മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്തെ ക്ഷാമമുണ്ടായി. കണ്ടോ, വീണ്ടും ക്ഷാമമുണ്ടാകുന്നു. നമ്മൾ വിചാരിക്കും മക്കളല്ലേ, അബ്രഹാമിൻ്റെ സന്തതിയിൽ ഒരു പ്രശ്നമില്ലെന്ന്. യാക്കോബിന് വലിയ പഴുക്ക് സ്വഭാവമൊന്നുമില്ല. പക്ഷേ ഇസഹാക്കിന് പ്രശ്നമില്ല. പക്ഷെ എന്ത് സംഭവിക്കുന്നു? അപ്പോൾ ഇസഹാക്ക് ഗെരാറിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിൻ്റെ അടുക്കൽ പോയി. ഫെലിസ്ത്യരുടെ അടുക്കലായിട്ട് മാറി താമസിക്കേണ്ടി വന്നു. ദൈവം നിയോഗിച്ച സ്ഥലത്ത് നിന്ന് മാറി താമസിക്കണം. ബിക്കോസ് ഇവിടെ ക്ഷാമം വരികയാണ്. ക്ഷാമം വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ദൈവം തമ്പുരാൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. യഹോവന് പ്രത്യക്ഷനായി അരുളി ചെയ്യുന്ന, നീ മിസ്രൈമിലേക്ക് പോകരുത്. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കാം. ഈ ദേശത്ത് താമസിക്കാൻ ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. നിനക്കും നിൻ്റെ സന്തതിക്കും ഈ ദേശം തരും. നിൻ്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. അങ്ങനെ ദൈവം പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ഇവിടെ താമസിക്കുന്നത്. അബ്രഹാം എൻ്റെ വാക്ക് കേട്ടു, എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും ആചരിച്ചുകൊണ്ട് ഞാൻ നിൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ വർദ്ധിപ്പിച്ച് നിൻ്റെ സന്തതിക്ക് ദേശമൊക്കെയും കൊടുക്കും.
അതെല്ലാം കഴിഞ്ഞിട്ട് ഇസ്ഹാക്ക് ഗെറാറിൽ താമസിക്കുകയാണ്. ഗെറാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുമ്പോൾ ക്ഷാമം കൊണ്ടാണ് ഇങ്ങോട്ട് മാറി ദൈവത്തോട് പറഞ്ഞിട്ട് തന്നെ ഇങ്ങോട്ടും വന്നത്. പക്ഷെ അവിടെ ശത്രുക്കളാണ്. ശത്രുക്കളുടെ നടുക്ക് ദൈവം അനുഗ്രഹിച്ചതിനാൽ ഇസ്ഹാക്കിൻ്റെ മേൽ അവിടെയും നല്ല വരൾച്ചയുള്ള സ്ഥലത്തായിട്ട് പോലും ഇസ്ഹാക്ക് വിതച്ചു 100 മേനിയായിട്ട് കിട്ടി എന്ന വചനം പറയുന്നു. അങ്ങനെയാണ് ഇസ്ഹാക്ക് ആ ദേശത്തെ വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. ഉൽപ്പത്തി 26-ന്റെ 12-ാം വാക്യമാണ് ഞാനിപ്പം വായിച്ചത്. ദൈവം അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹം അങ്ങനെ 100 മേനി എന്ന് പറഞ്ഞാൽ 100 ഫോൾഡാണ്. അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ വയ്യ. നമ്മൾ ആകാശം വരെ കൂനയായിട്ട് ഗോതമ്പ് യവമൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന നമ്മുടെ മനസ്സുകൊണ്ട് കാണണം. കാരണം ഇത് വരൾച്ചയുള്ള സ്ഥലത്താണ്. പക്ഷേ ദൈവത്തിൻ്റെ സന്തതി അവിടെ ചെന്നപ്പോൾ ദൈവം ഫലം കൊടുത്തത് 100 മേനിയാണ്. അതൊന്നും ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ മക്കൾക്ക് അത് കിട്ടുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ പലപ്പോഴും വിശ്വാസികൾ ഏറ്റവും കൂടുതൽ വചനം പറയുന്നവർക്ക് എന്നും ദാരിദ്ര്യവും പ്രയാസം. എന്നിട്ട് അവർ ജസ്റ്റിഫൈ ചെയ്യുന്നത് അത് ദൈവം അങ്ങനെ കഷ്ടം തരുന്ന, ദൈവം കഷ്ടം തരുന്നതാണോ അതോ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് പ്രാപിച്ചെടുക്കാൻ അറിയാൻ വയ്യാത്തതാണോ? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ വചനം പറയുന്നത് അവൻ മഹാസമ്പന്നനായി. അബ്രഹാം സമ്പന്നനായിരുന്നു, ഇവിടെ ഇസ്ഹാക്ക് മഹാസമ്പന്നനായിരുന്നു എന്നാണ് വചനം പറയുന്നത്. അപ്പം ദൈവത്തിന് സമൃദ്ധി, തൻ്റെ മക്കൾക്ക് സമൃദ്ധി തരണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ അതിനു വേണ്ടി ഒരുക്കത്തോടെ അല്ലെ വിശ്വാസത്തോടെ നിൽക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അത് നമ്മൾക്ക് ഇപ്പം നമ്മൾ ജീവിക്കുമ്പോൾ പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും കർത്താവിനോട് ചോദിച്ചിട്ടാണെങ്കിലും ചിലപ്പോഴും മണ്ടത്തരങ്ങളായിട്ട് തോന്നിക്കാറുണ്ട്. പക്ഷേ വി ഷുഡ് വെയിറ്റ്. ആ സമയത്തൊക്കെ ദൈവത്തിനോട് നമ്മൾ മറുത്ത് നിൽക്കാതെ, ദൈവമേ ഞാൻ അബദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു, അതല്ല അവിടുത്തെ വാക്കനുസരിച്ചാണ് ഞാൻ ഇപ്പോഴും നടക്കുന്നതെങ്കിൽ എൻ്റെ ഈ സ്ഥിതി മാറ്റിത്തരാൻ നീ വിശ്വസ്തനാണ്, ഞാൻ അത് കണ്ടുകൊണ്ട് നിന്നെ സ്തുതിക്കുന്നു. പക്ഷേ ഈ കഷ്ടസമയത്ത് നീ എന്നെ നിർത്തണം, നീ എന്നെ ബലമുള്ള ശാശ്വത ഭുജം കൊണ്ട് എന്നെ താങ്ങി നിർത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ 100 മേനിയായിട്ട് വർദ്ധിച്ചപ്പോൾ ആ ദേശത്തുള്ളവർക്ക് പേടിയായി തുടങ്ങി. ആരാണ്? ദൈവം. അവൻ വർദ്ധിച്ച് മഹാധനവൻ. അവൻ ആട്ടിൻകൂട്ടങ്ങളും വളരെ ദാസന്മാരും ഉണ്ടായിരുന്നു. ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. അസൂയ എന്ന് പറയുന്ന ഒരു വലിയ ശാപമുള്ള ഒരു കാര്യമാണ്. അസൂയ വന്നാൽ മനുഷ്യൻ കൊല്ലുക തന്നെ ചെയ്യും. അങ്ങനെ ഫെലിസ്ത്യർ നോക്കുമ്പം ഇവിടെതാ ഇവന് വേറെ ദേശത്തു നിന്ന് വന്നവന് 100 മേനിയായിട്ട് ഫലമെടുക്കുന്നത് കണ്ടപ്പോൾ ദേഷ്യം വന്നിട്ട് അസൂയുണ്ട്. അതിനാൽ എന്ത് ചെയ്യുന്നു? അവർ വന്നിട്ട് ഇവരോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ അവൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് അവൻ്റെ പിതാവിൻ്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടിയിരുന്നു. ഫെലിസ്ത്യർക്ക് കുശുമ്പായി. അബ്രഹാം പിതാവ് കുഴിച്ചിരുന്നായ കിണറുകളെല്ലാം ഫെലിസ്ത്യരെ മൂടി വെച്ചിരിക്കും, മണ്ണിട്ട് മൂടിക്കളഞ്ഞ്. അന്ന് വരൾച്ചയുള്ള സ്ഥലത്ത് കിണറെന്ന് പറയുന്ന നിധിയാണ്. കിണറിനകത്ത് വെള്ളം കിട്ടുന്നത് എന്തോ ഒരു വില. ഇനി നമ്മുടെ കാലത്ത് ഇനി കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് വെള്ളത്തിനായിരിക്കണം ഏറ്റവും കൂടുതൽ വില വരാൻ പോകുന്നത്. വെള്ളം ഒരു പ്രഷ്യസ് സബ്സ്റ്റൻസായിട്ട് മാറാൻ പോവുകയാണ്. കാരണം വെള്ളമില്ലാതെ ജീവിക്കാനൊക്കത്തില്ല. മരുഭൂമി ചെല്ലുമ്പോൾ വെള്ളത്തിൻ്റെ പ്രധാനം വരും. വെള്ളമില്ലെങ്കിൽ നമ്മൾ എത്ര നേരം ജീവിക്കും? മരിച്ചു പോകും പെട്ടെന്ന്. അപ്പോൾ ഇവിടെ വെള്ളത്തിന് വേണ്ടി തൻ്റെ പിതാവാകുന്ന അബ്രഹാം 3 കിണറുകളും കുഴിച്ചു വെച്ചിരുന്നത് മുഴുവനും ഫെലിസ്ത്യരെ മണ്ണിട്ട് മൂടിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ഇസ്ഹാക്ക് എന്ത് ചെയ്യുകയാണ്? ഈ കിണറിൻ്റെ മണ്ണ് മാറ്റിയിട്ട് വെള്ളം വരുത്തുന്നതായിട്ട് നമുക്ക് കാണാം. അവിടെ അബീമേലേക്ക് ഇസ്ഹാക്കിനുണ്ട്, നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകൊണ്ട് ഞങ്ങളെ വിട്ടു പോകുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്ഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് ഗെറാർ താഴ്വരയിൽ കൂടാരമടിച്ചു, അവിടെ പാർത്തു. തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ച, അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞ കിണറുകൾ ഇസ്ഹാക്ക് പിന്നെയും കുഴിച്ചു. തൻ്റെ പിതാവ് അവയ്ക്ക് ഇട്ടിരുന്ന പേർ തന്നെ ഇട്ടു. അപ്പോൾ അവിടെ ഒരു കിണർ, അപ്പൻ കുഴിച്ച കിണറ് മൂടിക്കളഞ്ഞത് രണ്ടാമത് ഇവർ കുഴിച്ച് പൊങ്ങി വന്നു. വെള്ളം വന്നപ്പോൾ അവിടെയുള്ള ആളുകൾ ഫെലിസ്ത്യരെ വഴക്കുണ്ട്, ഇത് ഞങ്ങളുടെ വെള്ളമാണെന്നും പറഞ്ഞ് ശണ്ടയിട്ടെന്നാണ് പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതേപോലെ അവർ പോയി ഓരോ ജോലിക്ക് പോകുമ്പോൾ അസൂയയിലും കുശുമ്പ് കൊണ്ട് അന്യദേവന്മാരുടെ വിളിക്കുന്നവർ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെതിരായിട്ട് ശത്രുത കാണിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിൽ പലരും പറയും, അർഹതയുള്ള കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹം കിട്ടാതെ പോകുന്നു, അവരെല്ലാം ചെയ്തിട്ടും ക്രെഡിറ്റ് മുഴുവൻ വേറെ ആളുകളെ എടുക്കുന്നത്. അതൊക്കെ നമ്മൾ വെച്ചു പ്രാർത്ഥിക്കുമ്പോൾ മാറ്റം കൊടുക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ ദൈവത്തിൻ്റെ മക്കൾക്ക്
അർഹതയുള്ളതാണ് വല്ലവരും എടുത്തുകൊണ്ട് പോകുന്നത്. അവിടെ ചണ്ടയിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഇസഹാക്ക് ആ സ്ഥലത്തിന് എന്ത് പേര്? ഏശക്ക്, ചണ്ടയുള്ളതിനാൽ ഏശക്ക് എന്ന് പേരിട്ടിട്ട് അവിടുന്ന് ഒഴിഞ്ഞ് വേറെ സ്ഥലത്തോട്ട് മാറി. ഇസഹാക്ക് വഴക്കുണ്ടാക്കുന്ന വ്യക്തിയല്ല. അവിടുന്ന് മാറിയിട്ട് വേറൊരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെയും കിണർ കുഴിച്ചപ്പോൾ സിഗ്നായ് എന്ന് പേരിടാൻ തക്കവണ്ണം അവിടെയും ചണ്ട ഉണ്ടായിരുന്നു. സിഗ്നായ് എന്ന് പേരിട്ടു. അവിടുന്ന് ഇസഹാക്ക് മാറി താമസിച്ചു. പിന്നെ യഹോവ അവരൊരു കിണർ കുഴിക്കുമ്പോൾ അവിടെ ചണ്ട ഇട്ടില്ല. കാരണം 1, 2, 3 1, 2 പ്രാവശ്യം ചണ്ട ഇട്ടപ്പോഴും ഇവനൊന്നും വഴക്കുണ്ടാക്കാൻ പോയില്ല. അതുകൊണ്ട് അവർ മാറിപ്പോയി. ദൈവനിയോഗപ്രകാരം വഴക്കുണ്ടാക്കാതെ മാറി മൂന്നാമതൊരു കിണർ കുഴിച്ചപ്പോൾ അവിടെ നിന്ന് വെള്ളം വരുന്നത് കണ്ട് ആ വെള്ളത്തിന് വേണ്ടി അവർ ചണ്ട ഇട്ടില്ല. ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കഷ്ടപ്പെടുമ്പോൾ, ഭാരപ്പെടുമ്പോൾ കുറേയൊക്കെ നമ്മൾ വിട്ടുവീഴ്ചയിൽ അവർ മാറി താമസിക്കാം. പക്ഷേ അവരുടെ അവകാശങ്ങളുണ്ടല്ലോ, പിതാക്കന്മാരുടെ അവകാശങ്ങൾ, അത് തീക്ഷ്ണമായിട്ട് പ്രാപിച്ചെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. നമ്മുടെ അനുഗ്രഹങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ സന്തതികളുടെ അനുഗ്രഹങ്ങളെ ദുഷ്ടൻ എടുത്തുകൊണ്ട് പോയിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കാൻ നമുക്ക് ഒരു പ്രത്യേക കടമയുണ്ട്. അവരെ ദൈവത്തിൻ്റെ ആത്മാവിനെ ആക്കുന്നിടം വരെ, അതായത് യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം യഹോവയ്ക്ക് നീ ഒരു റെസ്റ്റ് കൊടുക്കരുത്. ഒരു ദൈവത്തിൻ്റെ മുൻപിൽ നിന്ന് സദാസമയം പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. മൂന്നാമത്തെ കിണർ ചണ്ടയിടാഞ്ഞതിനാൽ അതിന് പേരിട്ടതാണ് രഹോബോത്ത് എന്ന് പറഞ്ഞു. അവിടെ അവർ ബർശയ്ക്ക് പോയി. അന്ന് രാത്രി യഹോവന് ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവം, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് ഉണ്ട്. എൻ്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ സന്തതിയെ വർദ്ധിപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ സന്തതിയെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഇറങ്ങി വന്നിരിക്കുക. എല്ലാ ചണ്ടകളും നമ്മുടെ കുഞ്ഞുങ്ങൾക്കെതിരായിട്ട് വരുന്ന സകല ദുഷ്ടൻ്റെ തന്ത്രങ്ങളും അഴിഞ്ഞു പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. മാറിപ്പോട്ടെ. വചനം പല പ്രാവശ്യം കേൾക്കുക. ദുഷ്ടൻ്റെ ഒരു ആധിപത്യം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലൊക്കത്തില്ല. കാരണം വചന അടിസ്ഥാനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. എനിക്കിനിയിപ്പം വേറൊരാളുടെ ഒത്താശ ആവശ്യമില്ല. ഐ നോ എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടതാണ്. അവരെ അനുഗ്രഹിച്ചയച്ചതാണ്. അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുൻപേ അവരെ അനുഗ്രഹിച്ച മക്കളാണ്. പറയാൻ ഒക്കുമോ? അത് പറയാനുള്ള ധൈര്യം നമുക്കുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഇറങ്ങി വന്നിട്ട് നമ്മളെ അനുഗ്രഹിക്കാൻ കടന്നു വന്നിരിക്കുകയാണ്. തലമുറകളെ അനുഗ്രഹിക്കുക. ഒരു രഹോബോത്ത്, അതായത് ചണ്ടയില്ലാത്ത ഒരു വെള്ളം, ഒരു ഉറവ, ഒരനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിൽ ഒഴുകി വരട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ധാരാളമായിട്ട് കിട്ടിയാൽ അതിനൊരു അംശം അവർ കൊണ്ടുതരും. അവർക്കൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കും. എന്നും പിച്ച അവസ്ഥയാണ്. അതല്ലല്ലോ, അവരെ ഏൽപ്പിച്ച ആ താലന്തുകൾ പൊക്കിക്കൊണ്ട് വന്ന് അവരൊരു രഹോബോത്ത് കുഴിച്ചെടുക്കുന്ന സ്ഥലത്ത് കടന്നു ചെന്നിട്ട് എന്നേക്കും ആവശ്യമുള്ള നീരുറവ അവർക്ക് കിട്ടത്തക്ക വിധത്തിൽ അനുഗ്രഹത്തിൻ്റെ വാതിൽ ഇന്ന് ദൈവം അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കട്ടെ. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ നമ്മുടെ കൂടെ എതിരായിട്ട് വരുന്ന സകല ശത്രുക്കളെ അവൻ അഴിച്ചു മാറ്റും എന്ന ദിവസം അങ്ങനെ തന്നെ ദൈവം ചെയ്തിരിക്കുന്നു. തലമുറകളെ അനുഗ്രഹിക്കുക. ഒരു രഹോബോത്ത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ തലമുറകളുടെ മേൽ ഒഴുക്ക് തുടങ്ങട്ടെ. ആത്മാവ് അങ്ങനെ തന്നെ ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, കുടുംബമായിട്ട് നീ അനുഗ്രഹിക്കുന്ന ദൈവം. അബ്രഹാമിനെ 12-ാം അധ്യായത്തിൽ ഉൽപ്പത്തി 12 നീ അനുഗ്രഹിച്ചു. എന്നാൽ ഇസഹാക്കിന് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പ്രശ്നവും കൂടാതെ അനുഗ്രഹം വരുമെന്നൊക്കെ നമ്മളങ്ങ് ചിന്തിച്ചു. പക്ഷേ അങ്ങനെയല്ല വചനം കാണിക്കുന്നത്. 26-ാം അധ്യായം ആകുമ്പോഴത്തേക്ക് ഇസഹാക്കിൻ്റെ മേലെ പ്രശ്നം വരുന്നു, ദേശത്തെ ക്ഷാമം വരുന്നു. അവൻ താമസിച്ചിടത്തുനിന്ന് മാറി ഗരാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നു. എന്നാലും ദൈവത്തിൻ്റെ കരം അവിടെ ഉണ്ടായിരുന്നതിനാൽ ശത്രുവിൻ്റെ കയ്യിൽ അവൻ്റെ ഭാര്യയെ ഏൽപ്പിക്കാതെ സൂക്ഷിച്ചിട്ട് അവിടെ അവന് വിത്ത് വിതച്ചു 100 മേനിയായിട്ട് കൊടുത്തു എന്ന് പറയുന്നു. അത് കണ്ടപ്പോൾ ഫെലിസ്ത്യർക്ക് അസൂയ തോന്നി അവനെ അവിടുന്ന് മാറ്റുന്നതാണ്. എന്നാൽ അത് കഴിഞ്ഞ് 3 സ്ഥലങ്ങളിൽ പിതാവാം അബ്രഹാം കുഴിച്ചിരുന്ന കിണറുകൾ ശത്രു മൂടിയിട്ടത് വീണ്ടും തുറക്കുന്ന ദിവസമായിരുന്നു. ആദ്യത്തെ തുറന്നപ്പോൾ ദൈവമേ അവിടെ വഴക്കുണ്ടായി കർത്താവേ. അവിടെ അത് ശണ്ട കൂടുന്ന സ്ഥലമായി. രണ്ടാമത്തെടുത്തും ശണ്ട കൂടി കർത്താവേ. അവിടെ നിന്നെല്ലാം മാറിയിട്ട് 3-ാമത്തെ കിണർ കുഴിക്കുന്ന സ്ഥലത്ത് വെള്ളം വന്നു. അവിടെ ആരും വഴക്കുണ്ടാക്കാൻ, ശണ്ട കൂടാൻ വന്നില്ല. അതിന് രഹോബോത്ത് എന്ന് പേരിട്ടു. അത് ഞങ്ങളുടെ തലമുറകൾക്ക് ഒരു അടയാളമായി മാറട്ടെ അപ്പച്ച. കുഞ്ഞുങ്ങൾ അവരുടെ സ്വന്തം കഴിവിൽ പലതും ശ്രമിച്ചു കാണും. പല കിണറുകൾ കുഴിച്ചു കാണും. വെള്ളമുള്ളതും വെള്ളമില്ലാത്തതും കുഴിച്ചു കാണും. യെരമ്യാ പറയുന്നു വെള്ളമില്ലാത്ത കിണറുകൾ കുഴിക്കുകയാണ്, അതും പാപം.
അതുകൊണ്ട് കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പിതാക്കന്മാർ കുഴിച്ചു വെച്ച കിണറുകൾ ദൈവം തമ്പുരാൻ അബ്രഹാമിൽ കൂടെ കൊടുത്തതായ അനുഗ്രഹം ഞങ്ങളുടെ തലമുറകളിൽ കടന്നു വരാതിരിക്കുന്നു എങ്കിൽ ഇന്ന് ദൈവമേ വീണ്ടും ഞങ്ങൾ കുഴിക്കുകയാണ്. ഇവിടെ ഏതായാലും രഹോബോത്ത് പൊങ്ങി വരുന്ന പച്ച ആ രഹോബോത്തിൽ നിന്ന് വരുന്ന വെള്ളം എന്നേക്കും വേണ്ടി തലമുറകൾക്ക് അനുഗ്രഹവും ഐശ്വര്യമാക്കി മാറ്റിയിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് അത് ചെയ്തെടുക്കുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.